ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. നമുക്ക് ഇന്നലെ മാല ഉണ്ടാക്കിയാലോ? അതിനാവശ്യമായ സാധനങ്ങൾ ഇത് ക്യാപ്പാണേ, ഇത് ഇയർ ടാഗ്, ഇത് ബ്ലാക്ക് ബീഡ്സ്, ഇത് ഫ്യൂസ് സ്റ്റാർ, ഇത് ഗോൾഡ് പ്ലേറ്റഡ് ചെയിനാണ്. ഞാൻ സച്ചിൻ ചെയിൻ്റെ ചെറിയ ചെയിനാണ് എടുത്തിരിക്കുന്നത്. ഇത് ഏത് ചെയിൻ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. തിൻ ചെയിൻ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് സ്പ്രിങ്, പിന്നെ കട്ടിങ് പ്ലെയറും പ്രസ്സിങ് പ്ലെയറും വേണേ. സ്റ്റാർട്ട് ചെയ്താലോ? അതിനാദ്യം ചെയിൻ എടുത്ത് ചെയിൻ്റെ സെൻറ്റർ ഭാഗം നോക്കി, സെൻറ്റർ ഭാഗത്തുനിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ഫ്യൂസ് സ്റ്റാർ കട്ട് ചെയ്തെടുത്ത് അതിലൊരു ക്യാപ്പിട്ട് ഒരു ബ്ലാക്ക് ബീഡ് ഇടണം. അതിനുശേഷം ഈ ചെയിൻ്റെ സെൻറ്റർ എവിടെയാണോ സെൻറ്റർ കണ്ടുപിടിച്ചിട്ട്, ഇതാണ് ചെയിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്. കണ്ടോ? ഇവിടെയാണ് വരുന്നത്. ആ സെൻറ്ററിലെ ഒരു ഹോളിലേക്ക് ആ ഫ്യൂസ് സ്റ്റാർ കടത്തി വിടണം. ഇതിനുള്ളിലൂടെ ഫ്യൂസ് സ്റ്റാർ കടത്തി വിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടുവന്ന് കുറച്ച് ലൂസ് വിട്ടിട്ട് ആ കമ്പി പ്രസ്സിങ് പ്ലെയർ കൊണ്ട് രണ്ട് ചുറ്റി ടൈറ്റ് ചെയ്യണം. ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് കളയണം. നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം. കണ്ടോ? ഒരു ഹാങ്ങിങ് പോലെ ആയത് കണ്ടോ? കുറച്ച് ലൂസായിട്ട് ചുറ്റിയെങ്കിലേ അത് മൂവ് ആവുള്ളൂ, ഇല്ലെങ്കിൽ അത് മൂവ് ആവില്ല. ഇനി രണ്ട് സൈഡിലും ഒരേ അകലത്തിൽ ഇപ്പം നമ്മൾ ഫ്യൂസ് സ്റ്റാർ ഇട്ട് ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കണം. അത് ചെയ്യുമ്പം അകലം ഒരേപോലെ ആയിരിക്കണം. ക്യാപ്പ് ഇടുക, ബ്ലാക്ക് ബീഡ് ഇടുക, ചെയിൻ്റെ അടുത്ത ഒരു ഇപ്പം ഇട്ട ബീഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഒരേ അകലത്തിൽ ചെയ്ത് പോകണം. ആ കണ്ണിയുടെ സെൻറ്റർ ഭാഗത്തായിട്ട് കയറ്റി വിട്ട് അതുപോലെ തന്നെ നമ്മൾ ക്ലോസ് ചെയ്തെടുക്കുക. ടൈറ്റ് ചെയ്ത് രണ്ട് പ്രാവശ്യം ചുറ്റിയെടുക്കുക. നല്ല ചുറ്റിയാലും കുഴപ്പമൊന്നുമില്ല. ബാലൻസ് വരുന്ന കട്ട് ചെയ്ത് കളയുക. നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണേ, ഇല്ലെങ്കിൽ അത് കഴുത്തിൽ അവിടെ ഇവിടെയൊക്കെ നമുക്ക് കുത്തിക്കൊള്ളും. ഇങ്ങനെ രണ്ട് സൈഡ് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും കെട്ടിയെടുക്കാം. രണ്ട് സൈഡിലേക്കും ഒരേ അളവിലായിരിക്കണം, അതായത് സ്പേസ് ഒരേ അകലത്തിലായിരിക്കണം. അതിനിടയിൽ വരുന്ന സ്പേസ് കറക്റ്റായിരിക്കണം. അങ്ങനെ എല്ലാം കെട്ടിയെടുക്കണേ. നമുക്ക് എത്ര നീളത്തിൽ ആവശ്യമുണ്ടോ അത്രയും നീളത്തിലും കെട്ടിയെടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ, എന്നാലേ ഞാനെടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ.
ഓരോന്നോരോന്ന് കെട്ടിയെടുക്കണം. നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയും നീളത്തിൽ, ലെങ്ത്ത് എത്ര വേണമെന്നോ അത് നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ കെട്ടിയെടുക്കാം. ഞാനിപ്പോൾ പകുതി ഹാഫ് സൈസ് വരെ ചെയ്തിട്ടുള്ളൂ. ബാക്ക് സൈഡിലോട്ട് വരുന്ന ഭാഗം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ചെയിൻ യൂസ് ചെയ്യുമ്പോൾ ഗ്യാരണ്ടി ഉള്ള ചെയിൻ യൂസ് ചെയ്യാം. നോർമൽ ചെയിൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കളറ് പോകും. ഗ്യാരണ്ടി ഉള്ളതാകുമ്പോൾ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, കുറച്ച് കാലം യൂസ് ചെയ്യാം. ഇത് കോളേജ് സ്റ്റുഡൻറ്റിനൊക്കെ നല്ലതായിരിക്കും. ചെറിയ മാലയിൽ തിന്ന് ചെയിനുള്ള ചെയിനിലാകുമ്പം കോളേജ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാം ചെയ്തെടുത്തു. കണ്ടോ, ഞാനിപ്പോൾ പകുതി ഭാഗത്തേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിന് നമുക്ക് കമ്മലും കൂടി ചെയ്താലോ. കമ്മൽ ഞാൻ ആദ്യം ഫ്യൂ സ്റ്റാർ എടുക്കുക. ഫ്യൂ സ്റ്റാറിലേക്ക് ഒരു ക്യാപ്പും ഒരു ബ്ലാക്ക് ബീഡും ഇടുക. അതിനുശേഷം പ്രസ്സിങ് പ്ലെയർ കൊണ്ട് അത് ടൈറ്റായിട്ട് പിടിച്ചിട്ട് ആ പ്രസ്സിങ് പ്ലെയറിൻ്റെ എൻഡിനെ ചുറ്റി ഒരു റൗണ്ട് ചുറ്റണം. ചുറ്റിയിട്ട് പിന്നെ ബാലൻസ് വരുന്ന കമ്പി ആ ഹോള് വിട്ട് ചുറ്റിയെടുക്കണം. കണ്ടോ, എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഒരു ചെറിയ ഹോൾ അവിടെ ഉണ്ടാവണം. ചുറ്റിയെടുത്തിട്ട് ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് കളയാം കമ്പി. ഇങ്ങനെ നമുക്കൊരു കമ്മൽ ചെയ്യാൻ വേണ്ടിയിട്ട് 7 ബീഡ്സ് വേണം. ഒരു സൈഡിലെ കമ്മലിന് ഞാനത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്പ്രിങ് ആണ്. ഈ സ്പ്രിങ് നമുക്ക് കട്ട് ചെയ്ത പീസ് വാങ്ങാൻ കിട്ടും. അതിനെക്കാട്ടിലും കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ഉള്ളത് ഇങ്ങനെയുള്ള സ്പ്രിങ്ങാണ്. ഇങ്ങനെ നമ്മൾ ഇത്ര ലെങ്ത്തിൽ വാങ്ങിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇത് കുറച്ചും കൂടെ നല്ല ക്വാളിറ്റിയാണ്, നല്ല സ്ട്രോങ് ആണ്. നമ്മൾ നോർമൽ പാക്കറ്റിൽ വാങ്ങുന്നത് പെട്ടെന്ന് കളറ് പോകുന്നുണ്ട്. ഇതാകുമ്പം കളർ പോവില്ല. നമുക്ക് ആവശ്യമുള്ള അളവിന് സ്പ്രിങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് ഒരു സ്പ്രിങ്ങിൽ ഒരു ബീഡിട്ട് ആ സ്പ്രിങ് ക്ലോസ് ചെയ്യണം. നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യണേ, ഇല്ലെങ്കിൽ ആ ബീഡ് ഊരിപ്പോരും. അതിനുശേഷം ഒരു സ്പ്രിങ് ഇടുക. ആ സ്പ്രിങ് ഇട്ട് അതങ്ങനെ ക്ലോസ് ചെയ്യുക. അങ്ങനെ അഡീഷണൽ ഒരു സ്പ്രിങ് ഇടുമ്പോഴാണ് ഹാങ്ങിങ് കറക്റ്റാകുന്നത്, സ്റ്റെപ്പ് കറക്റ്റാകാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തൊരു സ്പ്രിങ് ഇട്ട് അതിൽ 2 സൈഡിലും ഓരോരോ ബീഡ്, ഒരു സൈഡിലൊരു ബീഡ്, ഓപ്പോസിറ്റ് സൈഡിലൊരു ബീഡ്, അങ്ങനെ 2 ബീഡ് ഇട്ട് അത് ക്ലോസ് ചെയ്യുക. വീണ്ടും ഒരു സ്പ്രിങ് തനിയെ ഇടണേ. തന്നിട്ട് അത് ക്ലോസ് ചെയ്യണം. ഇത് ക്ലോസ് ചെയ്യുന്നതെല്ലാം നല്ല ടൈറ്റായിട്ട് ക്ലോസ് ചെയ്യണം, ഇല്ലെങ്കിൽ സ്പ്രിങ് ഊരിപ്പോരും. വീണ്ടും ഒരു സ്പ്രിങ് ഇട്ട് 2 സൈഡിലും 2 ബീഡ്സ് ഇടുക. 2 ഓപ്പോസിറ്റ് സൈഡിലും അതേ 2 ബീഡ്സ് ഇടുക. അതും ടൈറ്റ് ചെയ്യുക. അതും ടൈറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സ്പ്രിങ്ങും കൂടെ ആഡ് ചെയ്യുക. അതും ടൈറ്റ് ചെയ്ത്
കണ്ടോ, ഹാങ്ങിങ് കണ്ടോ? ഇങ്ങനെയാകുമ്പോൾ സ്റ്റെപ്പ് കറക്റ്റായിട്ട് കിടക്കും. നമ്മൾ എക്സ്ട്രാ ഓരോരോ സ്പ്രിങ് ഇടയ്ക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സ്റ്റെപ്സ് കറക്റ്റായിട്ട് നിൽക്കാം. ഇല്ലെങ്കിൽ എല്ലാം കൂടെ ഒരേ ഇതിൽ കൂടി നിൽക്കും. പിന്നെ ഇയർ ടാഗിട്ട് ക്ലോസ് ചെയ്യാം. ഇതുപോലെ 2 കമ്മൽ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ കമ്മൽ സ്റ്റെപ്പായിട്ട് നിൽക്കുന്നത്? ഞാൻ 2 കമ്മൽ ഉണ്ടാക്കിയെടുത്തേ. എങ്ങനെയുണ്ട് കമ്മലും മാലയും? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എളുപ്പമാണ് ചെയ്യാൻ, വലിയ കഷ്ടപ്പാടൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.